ഇന്നൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതുപോലെ തന്നെ കുറേ കാലം കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഈ ഒരു അച്ചാർ. ബിരിയാണിക്കും പിന്നെ ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 16 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പഴുത്ത നാരങ്ങ ആയിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് ആവി കയറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവി കയറ്റുമ്പം തന്നെ നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം. അപ്പം വെള്ളം തുടച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം തുടച്ചിട്ട് ഇതുപോലെ 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഓരോ നാരങ്ങ ഇങ്ങനെ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 3-4 മണിക്കൂർ അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ വലിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ട് അതിൽ 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് ഒരു 1/4 കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു സ്പൂണ് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ എടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂണ് കായപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് അച്ചാർ പൗഡർ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതും മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീ ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം. ഏറ്റവും സിമ്മിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നല്ല ചൂടാണെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈത്തപ്പഴത്തിൻ്റെ മിക്സ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ച നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങ ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഇതായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ വെള്ളത്തോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉപ്പിട്ടത് കൊണ്ട് തന്നെ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് കൂടി വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്താൽ നമ്മുടെ അച്ചാർ റെഡിയാവും. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കടുക് പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 2 സ്പൂണ് കടുകിൻ്റെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുക് പരിപ്പ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ കടുകൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് കടുക് പരിപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അച്ചാർ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കായാലും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലൊരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ തന്നെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനും പറ്റും.
അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയാണ്. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ വേണം സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ വെള്ളമല്ലാതെ സ്പൂണൊക്കെ വേണം ഇത് എടുക്കുമ്പോൾ ഉപയോഗിക്കാനും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.